ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി കൊണ്ടാണ്. നെയ്ച്ചോറാണല്ലോ, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ച് ഇതിൽ നിന്ന് ഒഴിവായി പോവാൻ നിൽക്കണ്ട. ഇതാ ഞാൻ ഈ കാണിക്കണ പോലത്തെ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറ് കഴിച്ചാൽ ഗ്യാസാണ്, വയറിന് സ്വസ്ഥത ഇല്ല എന്നൊക്കെ പറയണവർക്ക് ഈ ഒരു നെയ്ച്ചോറ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കോണ്ടി. ഇതുണ്ടാക്കുന്ന രീതി കണ്ട് മാത്രം നിങ്ങൾ ഇതിന് അഭിപ്രായം പറയരുത്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലവിടെ തീ കൂട്ടിക്കാണ്ട് വെള്ളം വെച്ച്, നമ്മൾ ബിരിയാണിക്കൊക്കെ വെള്ളം വെക്കൂലേ, അതേപോലെ അവിടെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വലിയ ഉള്ളി ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, കാരണം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നെയ്ച്ചോറ് വെക്കണം എന്നാൽ പിന്നെ ബിരിയാണി ആക്കിക്കൂടെ എന്ന് ചിന്തിക്കണോലുണ്ടാവും. നെയ്ച്ചോറിന് വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് തന്നെ വെക്കണ്ടേ, അത് ബിരിയാണി വെച്ചാൽ നെയ്ച്ചോറ് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതാ ഈ ഒരു നെയ്ച്ചോറ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അതാ നെയ്ച്ചോറിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇല ഉണ്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ഇതിവിടെ ഉണ്ടായതാണ്. ഇത് ഏതെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിന് ഇതാ ഒരു ഇല ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് അല്ല, വാസനയാണ് കേട്ടോ ഇതിന് നന്നായിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ ആ ഒരു മണം തന്നെ നമുക്കതിന് തുറക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കുറച്ചധികം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്ര വലിയ ക്യാരറ്റൊന്നും വേണ്ട, ചെറുത് മതി. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ട്, പച്ചക്കറിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതിക്ക് കുറച്ച് തോനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇത് വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കണത്. വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമെന്നാണല്ലോ. അപ്പോൾ ഞാനിതാ എല്ലാ വെള്ളിയാഴ്ചയൊന്നും സ്പെഷ്യൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് കുറച്ച് ബീഫ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അതൊന്ന് വരട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ബീഫ് വരട്ടുമ്പോൾ ആയിക്കോട്ടെ നെയ്ച്ചോറ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതാ വന്നൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്, ഇത് അയക്കണോ എന്നുള്ളത്, അരി കഴുകിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രം അരി കഴുകിയിടുക. പിന്നെ ഇതാ നമ്മൾ ഈ ഉള്ളി പൊരിക്കാനായിട്ട് ഇതാ ഈ 6 kg കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് യൂസ് ചെയ്യണത്. ഇവിടെ ഇതാ നമ്മളെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വെക്കണ പോലെ തന്നെ ഉപ്പ് കുറച്ച് മുന്തി നിന്നോട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ അരി കഴുകി കൊടുന്നുകാണ്ടതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കുമ്പോൾ എങ്ങനെ വെള്ളം പാകമാക്കുക, വെള്ളം ഏറുമോ എന്നൊക്കെ ഒരു പേടിയുള്ളവർക്ക് ഇതാ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടിയിലൊന്നും കട്ട കുത്തി കിടക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ നെയ്ച്ചോറിൻ്റെ ഇല ഉണ്ടല്ലോ, ഓല, നെയ്ച്ചോറ് ഓല എന്നാണ് ഇതിന് പറയുക, അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്ച്ചോറിൻ്റെ ഓല അതിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ആ വെള്ളത്തിൻ്റെ ഒരു തള വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വാസന ഒരു വേറെ കേട്ടോ. പിന്നെ അത് ദമ്മൊക്കെ ചെയ്തുകാണ്ട് ആ ദമ്മ് പൊട്ടിച്ചുമ്പോഴൊരു വാസന ഉണ്ടല്ലോ, ഹോ, അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ തന്നെ നമ്മൾ ഉള്ളി ഇവിടെ നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കണുണ്ട്. ഈ ഒരു നെയ്ച്ചോറ് ഇപ്പോൾ ഞാൻ മാത്രം ഉണ്ടാക്കിക്കണ്ട് ഞാൻ അടിപൊളി എന്ന് പറയണം നിങ്ങൾ കരുതാൻ നിൽക്കണ്ട. അപ്പോൾ ഇതാ കുറച്ച് പട്ടിയും പൂകും ഏലക്കായും ഞാൻ വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇനി നമുക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കണം. പൊടിച്ചതല്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കണത്. നമ്മൾ ബിരിയാണിക്കൊക്കെ പൊടിച്ചതല്ല ഉപയോഗിക്കുക, ഇവിടെ പൊടിച്ചതല്ല കേട്ടോ ഉപയോഗിക്കണത്. അപ്പോൾ അതാ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് വേവണ്ട, നമുക്ക് കുറച്ചും കൂടി ദമ്മിലും കൂടെ കിടക്കണം. അപ്പോൾ അതാ കുറഞ്ഞൊരു വേവ് കമ്മിയാക്കിയിട്ട് നിങ്ങൾ ഊറ്റിയെടുക്കണം. പിന്നെ ഇതാ കുറച്ചും കൂടി പട്ടിയും പൂകും ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചപ്പും കൂടി അതിൻ്റെ മേലെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാർന്ന ഈ ഒരു എണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് പൊരിച്ച് കോരി എണ്ണ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. 6 kg സൺഫ്ലവറും കൂടി കൂടിയിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മേലേക്ക് ഊറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലേക്കണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് കണലിട്ട് കാണ്ട് വെക്കണം. അപ്പോൾ അടിയിൽ നിന്നൊക്കെ ഞാൻ കണൽ നീക്കേണ്ട നിങ്ങൾ കാണുന്നുണ്ടാവും. അടിയിൽ വല്ലാണ്ട് കണൽ വേണ്ട, കാരണം അടിയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, ചോറ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അടിയിൽ ആ അടുപ്പിൻ്റെ ആ ഒരു ചൂട് മാത്രം മതി. മേലെന്ന് അടിയിക്ക് കുറച്ച് ആവി ഇറങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേലെ ഈ കണലിട്ട് കൊടുക്കണത്. പിന്നെ ഇതാ നമ്മളിവിടെ പൊരിച്ച് കോരിയെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ചപ്പും ഉള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ ദമ്മ് കൊടുത്തതിന് ശേഷം ഞാനിതെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ഉഷാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതാ കുറച്ച് ഉള്ളിയും ഇത് ആ പൊരിച്ചത് ഞാൻ അതിലേക്ക് ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ മതി. ഇത് പിന്നെ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എടുത്ത് വെച്ചതേനും.
കാണുമ്പോൾ ഒരു നേക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കാണുമ്പോൾ നേക്കുള്ള പോലെ തന്നെയാണ് ഇത് കഴിക്കാനും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടി. ഞാൻ ഒറ്റയ്ക്കല്ല അത് കഴിച്ചത്, ഞാൻ എൻ്റെ ഇളച്ചിക്കും കൂടി ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് റെസിപ്പി വരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനിയും വേറെ പല റെസിപ്പികളും കൊണ്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ നെയ്ച്ചോറും ഏതാന്ന് വെച്ചാൽ ആ കൂക്കി വിളിക്കണ നെയ്ച്ചോറുണ്ടല്ലോ, അതാണല്ലോ ആ കുക്കറിൽ കൂക്കി വിളിക്കണ നെയ്ച്ചോറ്. ഇത് അതല്ല കേട്ടോ, ഇത് അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു നെയ്ച്ചോറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു നെയ്ച്ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു നെയ്ച്ചോറും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞു പൊലിപ്പിക്കുകയാണെന്ന് കരുതണ്ട, ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. ഇതിങ്ങനെ നിരത്തി വെച്ച് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല, ഇതിൻ്റെ വാസന കൊണ്ട് നിൽക്കാൻ തന്നെ വയ്യ. അപ്പോൾ എന്തായാലും വേറെയുള്ള പണികളൊക്കെ അവിടെ കിടന്നോട്ടെ, ഇതൊന്ന് കഴിച്ച് നോക്കാൻ കരുതിയതാ. പാത്രത്തേക്ക് ആ ബീഫും പപ്പടും അച്ചാറും തൈരും വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്